കേരളത്തിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത് അലൗ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള അലൗ ചെയ്യാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രി കോപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ അപ്പുറത്തേക്കുള്ള എക്സ്റ്റെൻറ്റിലേക്ക് ആൾക്കാർ പോകുമ്പോൾ അത് ഞങ്ങൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണമെന്നാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ തീരുമാനം. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുക്കുകയും അത് ഗവൺമെൻറ് പരമായിട്ട് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ഒപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കേസ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ഇത് ഈ റിവ്യൂസ് ആൻഡ് റേറ്റിങ്ങിനെ സംബന്ധിച്ച് കോമൺ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തൊരു കേസുണ്ട് ഹൈക്കോടതിയിൽ. നേരത്തെ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേനും ഒരു പ്രൊഡ്യൂസർ കൊണ്ട് കൊടുക്കുകയും കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കോടതിയിൽ നിന്ന് ഒരു കൺക്ലൂസീവ് വിധി വന്നിട്ടില്ല. ആ വിധിക്ക് വേണ്ടി ഇപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യാൻ മിനിയാന്നും അത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ആ ഇഷ്യൂവിൻ്റെ പുറത്ത് തന്നെ തൊട്ട് മുമ്പുള്ള സർക്കാർ മന്ത്രി വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ ഇഷ്യൂ അവിടെ അഡ്രസ്സ് ചെയ്യുകയും ഡിലേ ആകുമ്പോഴത്തേനും അത് ഫോളോ അപ്സ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട്. നടത്തുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈവൻ സെൻട്രൽ ഗവൺമെൻറ് വരെ നോട്ടീസ് സെർവ് ചെയ്തിട്ട് അവരെന്തോ ഗൈഡ് ലൈൻസോ കാര്യങ്ങളോ ഇറക്കും, ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഇറക്കും എന്ന് പറഞ്ഞിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നടന്നിട്ടില്ല. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ കോസ്റ്റിൽ വേണ്ട. അതായത് ഞാനൊരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹവ് സ്പെൻഡ് മണി. ആ മണി സ്പെൻഡ് ചെയ്ത ഒരാൾ മൾട്ടിപ്പിൾ ആൾക്കാരുടെ ടാലൻസ് ചൂസ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഒരാൾ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം എന്നുള്ള ലെവലിലേക്ക് അയാൾ ആ കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് ആ കണ്ടൻറ്റ് മോണിറ്റൈസ് ചെയ്യുന്നൊരു ഇഷ്യൂ കൂടി ഉണ്ട്. അതുൾപ്പെടെ ഞങ്ങൾ സിനിമയ്ക്ക് റിവ്യൂ ചെയ്യാം, ആ സിനിമ മോണിറ്റൈസ് ചെയ്യാൻ പാടില്ല, അതുകൂടി ഉണ്ട്. ഒരിക്കലും പാടില്ല. അങ്ങനെ ഞങ്ങളുടെ കണ്ടന്റ് എടുത്തിട്ട് കോപ്പിറൈറ്റ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം ലാൻഡ്മാർക്കായിട്ടുള്ള വിധികൾ ഇനി വരാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കണ്ടന്റ് എടുത്തു വെച്ചിട്ട് മോണിറ്റൈസ് ചെയ്യുന്നൊരു പോയിന്റിലേക്ക് പോകുന്നിടത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്.